ഹലോ ഗൈസ്, അപ്പൊ നമ്മള് യുഗിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. യുഗിനെ റെഡിയാക്കി ഉമ്മായും പാപ്പായും മാമിയും മാമായും എല്ലാരും കൂടി താഴെ ഹാളിലേക്ക് പോയേക്കാണ്. അപ്പൊ നമ്മുടെ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. എല്ലാവരും ഒരു എന്താണ് ഈ ഒരു ബ്രൗൺ ക്രീം കളർ ഷെയ്ഡാണ് സെലക്ട് ചെയ്തത്. അപ്പം താഴെ അങ്ങനെ വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ചെറിയ രീതിയിൽ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ യുവിക്കുട്ടിന് റെഡിയായി താഴോട്ട് പോയിട്ടുണ്ട്. താഴെ വന്നിട്ട് ബാക്കി കാണാം. യുവിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, എന്താണ് മാമാക്ക് പറയാൻ? നല്ല അഭിപ്രായമാണ്. തമാശകളാ കാര്യം പറ. നല്ല ദീർഘായുസിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. നല്ല ബർത്ത്ഡേ സ്ഥലം ഇഷ്ടപ്പെട്ടു. നമ്മള് എല്ലാം നല്ല അടിപൊളി സ്ഥലമാണ്. ഭംഗിയായി എന്താണ് ബർത്ത്ഡേ യുവിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വളരെ ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഏതാനും സമയത്തിനകം നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും. ഇത് എല്ലാ വർഷവും ഇങ്ങനെ ആവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. യുവിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞാൻ സന്തോഷമായിട്ട് ആഘോഷിക്കുന്നു. എൻ്റെ മോൻ ആയുസ്സും ആരോഗ്യം ആഫിയത്തും സാലിഹ്യമായിട്ട് വളർത്തി തീർക്കട്ടെ പറയുന്നുള്ളൂ. യുവിക്കുട്ടന് ബർത്ത്ഡേ ആയിട്ട് എന്താണ് ഉമ്മച്ചാമ്മക്ക് തോന്നുന്നത്? വീട്ടിലെ ആദ്യത്തെ പേരക്കൊച്ച് സ്പെഷ്യൽ ആണല്ലോ. ഇല്ല പറഞ്ഞോ, സന്തോഷം എന്തോ പറഞ്ഞു. വളരെ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഉറക്കെ പറ, ഇത്രയും സൗണ്ട് അല്ലല്ലോ മോക്ക് വീട്ടില്. ഞാൻ ഇട്ടുണ്ടെങ്കിൽ എന്നാ പറ, ഉറക്കെ പറ. എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ വളരെ വളരെ സന്തോഷമുണ്ട്. ഇതിന് ദീർഘായുസ്. എനിക്ക് കണ്ണൊക്കെ നിറയുന്നത് എന്തിനാ? മാമച്ചി എന്താണ് മാമച്ചിക്ക് പറയാനുള്ളത്? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ഒത്തിരി പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത്തിരി പറഞ്ഞു നിർത്തുന്നത്. നന്ദി, നമസ്കാരം. പോടാ തമാശകളാ. എന്താണ് യുവിക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് മാമച്ചിക്ക്? ആദ്യത്തെ ബർത്ത്ഡേ ആണ്ട് കുറെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കി കേക്ക് മുറിയും ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യുവിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന്. ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എല്ലാം. ലൈക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അവനങ്ങ് പെട്ടെന്ന് വലുതായി. ഒരു വയസ്സായെന്ന് വെച്ചാൽ സത്യത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ഒരു വയസ്സുള്ള മോന്റെ ഉമ്മായും അതാണ് മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റാണ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ്. അപ്പോൾ ആദ്യമൊന്നും നമ്മൾ ഒരു എന്താണ് ഒരു ഞെട്ടലോടെയാണ് ആ സത്യം പറഞ്ഞത്. എങ്കിലും പിന്നെ സന്തോഷമായിരുന്നു. ഓരോ മൊമെന്റും ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. ഇന്ന് വരെയും ഞങ്ങൾ ഇന്നലെ അത് പറയുമായിരുന്നു. കാരണം ഇന്നലെ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. അവനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഒരു വാലന്റൈൻ കിഡ് ആവുമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം 12 മണി വരെ. പക്ഷേ അവൻ 15-നാണ് വന്നത്. ഇന്ന് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഒരു വയസ്സായി. പെട്ടെന്ന് ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ പോയി. എന്താണ് അവൻ്റെ ഓരോ ഗ്രോത്തും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്താണ്. ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, ഒറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഡെലിവറി ടൈം മുതൽ ഇന്ന് വരെ ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്.
അപ്പോൾ ബർത്ത്ഡേ ആഘോഷം എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി ചെറിയൊരു DJ പാർട്ടിയും ക്യാമ്പ് ഫെയറും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമോന് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. See you soon on next video. Bye.